ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു ബട്ടർ ചിക്കൻ. ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം തന്നെ തക്കാളി, ഒരു വലിയ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ട്, പച്ചമുളക്, 4-5 വെളുത്തുള്ളി, സവോള, അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു 3-4 ഏലയ്ക്ക, പിന്നെ അതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ബട്ടർ. ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ തയ്യാറാക്കി നോക്കാം. ആദ്യം തന്നെ പാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വലിയ പീസ് ബട്ടർ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്വല്പം കസ്തൂരി മേത്തിയാണ് ഇതിൻ്റെ അകത്തോട്ട് ഫസ്റ്റ് നമ്മൾ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിടുമ്പോൾ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടി ഇടുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടണം. ബട്ടർ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ 2 സവാളയാണ്. സവാള നീളത്തിൽ കട്ട് ചെയ്ത് അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്ത് തക്കാളിയും എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഞാൻ അടുത്തിട്ട് കൊടുക്കുന്നത്. തക്കാളിയും പച്ചമുളകും സവോളയും അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. അപ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. അത് ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ 3 ഏലക്കയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാഷു, ഒരു 6-7 ക്യാഷു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് വാടി വരണം. ആ ബട്ടറിൽ കിടന്നിട്ട് ഈ ക്യാഷും സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ആ 3-4 ഏലക്കയും എല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. മല്ലിയില ഇട്ടതിന് ശേഷം അധികം വഴറ്റണ്ട. ഇതിപ്പം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറി കിട്ടണം. ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടി ആഡ് ചെയ്യണം. ഒരുപാട് മസാലയൊന്നും വേണ്ട. അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഇവ രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം പച്ചമണം മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടി അതിൻ്റെയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്, ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റിയ അതേ പാനിൽ തന്നെയാണ് നമ്മളിത് കറിയാക്കുന്നത്. എന്നിട്ട് തീ കത്തിച്ച് നമ്മൾ സ്വല്പം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വഴറ്റിയ അതേ പാനിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം അത് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി, നേരത്തെ എടുത്ത പോലെ ഒരു സ്വല്പം കസ്തൂരി മേത്തി അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, നേരത്തെ സവോളയും അതെല്ലാം കൂടെ അരച്ച് വെച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന അത് നമ്മൾ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ജാറ് കഴുകി നന്നായിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഏകദേശം ഒന്ന് ചെറിയ ചൂടായി വരുന്നതിന് ശേഷം നമ്മൾ ആ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ശരിക്കും ബോൺലെസ് ചിക്കനാണ് നല്ലത്. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സാണ്, കുഴപ്പമില്ല. ഇനി നമ്മൾ അതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇത് ഏകദേശം ഒരു മധുരമുള്ള കറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ പഞ്ചസാരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കറി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം കറിയെല്ലാം സെറ്റായി. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിടുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ എടുക്കുമ്പം കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രഷ് ക്രീം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.